വ്യക്തി തന്നെയാണ് ജിനു സാറ്. ആ സാറിനെ ഞാൻ എൻ്റെ പേരിൽ ഞാൻ ഈ ക്ലാസ്സിൽ വേണ്ടിയിട്ട് ആർദ്രമായി സ്വാഗതം. സമയം നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സമീപിക്കാൻ ആ കാര്യം ഫ്രണ്ടിലേക്ക് കേട്ടോ. ആ തുടങ്ങല്ലേ ആ സിനിമ ഇതിനു മുമ്പ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും, അങ്ങനെയല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടായിരുന്നു. എല്ലാ വർഷവും എന്തിനാണ് ഈ ക്ലാസ് എന്നൊക്കെ ചോദിച്ചാൽ, ഈ വർഷം മുതൽ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടാവും. ഈ വർഷം സ്കൂൾ തുടങ്ങിയ പിന്നെ 2 ആഴ്ചക്ക് പാഠപുസ്തകവും ഇല്ല, സന്മാർഗ പഠനമാണെന്നൊക്കെ പറഞ്ഞ പത്രത്തിലുണ്ടായിരുന്നു, കേട്ടിരുന്നു. അപ്പൊ അതിന്റെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അതിനകത്ത് റോഡ് സുരക്ഷ, നമ്മുടെ കുട്ടികൾക്ക് റാഗിങ്, മയക്കുമരുന്ന്, വെൽബീയിങ്, നന്നായിട്ട് നല്ല മനുഷ്യനാവുക, അതിന്റെ ഒപ്പമുള്ള ഒരു സബ്ജക്ട് റോഡ് സുരക്ഷയാണ്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തായിരുന്നു. ഇനി അധ്യാപകരുടെ ട്രെയിനിങ്ങിനൊക്കെ തിരുവനന്തപുരത്ത് പോകേണ്ടതുണ്ട്. അതിനിടയ്ക്കുള്ള ഒരാഴ്ചയൊക്കെ മലപ്പുറത്ത് പോകുന്നത്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്, സമയം കളയാനില്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വളരെ സുരക്ഷിതരായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരുടെയും ചിന്ത. രാവിലെ നമ്മൾ വാഹനം എടുത്ത് ഇറങ്ങുന്ന സമയത്ത് വൈകിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് വീട്ടിലെത്താൻ പറ്റുമെന്നാണ് നമ്മൾ ഓരോരുത്തരുടെയും ചിന്ത. ആ ഡോർ അറ്റൻഡറിന്റെ മാതിരി, ആ സ്കൂൾ കുട്ടിയുടെ മാതിരി നമ്മുടെയൊക്കെ ചിന്തകൾ അങ്ങനെയാണ്. പക്ഷെ വളരെ ചെറിയൊരു സമയം മതി നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ചിത്രങ്ങൾ മാറാനും മറിയാനും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ. ഇതൊക്കെ നമ്മൾ പറയുമ്പോ എന്താണ് സ്കൂൾ ബസ്സുകൾക്ക് ഇത്ര പ്രത്യേകത എന്നൊക്കെ നമുക്ക് ചിലർക്കെങ്കിലും തോന്നിക്കാം. സാറേ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇരുന്നല്ലേ, കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇരുന്നല്ലേ എന്നൊക്കെ തോന്നുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഡ്രൈവേഴ്സിനെ അപേക്ഷിച്ച് സ്കൂൾ ബസ്സുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളാണ് ഭാവി തലമുറയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 ബസ് മാറി കയറി 8ാം ക്ലാസ്സിൽ പോയ ഒരാളാണ് ഞാൻ. അന്ന് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള കുട്ടികൾക്കാണ്. അന്ന് കണ്ട ഡ്രൈവർമാരുടെ ഭാവാഹാദികളൊക്കെ എന്റെ ഡ്രൈവിംഗിൽ ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞാൻ. കാരണം ഏറ്റവും സ്പീഡുള്ള ഡ്രൈവറെ നമ്മൾ പ്രത്യേകിച്ച് സന്തോഷം. ആ സ്പീഡുള്ള ബസ്സിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള മത്സരം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല, സ്പീഡ് ബ്രേക്ക് എല്ലാവരും വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ എത്ര കിലോമീറ്ററില്ല? അപ്പൊ 50 എല്ലാവരുടെയും സ്പീഡ് ബ്രേക്ക് വിറ്റ്. ഞാൻ ഇതിനകത്ത് പറയാൻ വെച്ചാലേ, ഇന്ത്യയിലെ ഡ്രൈവർ എന്ന് പറയുന്ന ജോലിക്ക് അത്ര വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ജോലിയൊന്നുമല്ല മറ്റു വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ജോബാണ്. വടക്കാഞ്ചേരിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇല്ലേ? ഒരു ലൂമിനസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ബസ്. അയാൾ 20 വർഷം അപകടം ഉണ്ടാവാത്ത വാഹനം ഓടിച്ച ഡ്രൈവറായിരുന്നു. ഫ്രണ്ടിൽ പോയ KSRTC ബസ് ഒന്ന് ചവിട്ടിയപ്പോ നമുക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, 2 വർഷം KSRTC ബസ്സിലേക്ക് ഇടിച്ച് കയറി 7 കുട്ടികൾ കൊല്ലപ്പെട്ട ഒരു ആക്സിഡന്റ്. അയാള് ഡാൻസ് കളിച്ചുകൊണ്ട് ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്നത് അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എപ്പോഴും കിടക്കുന്നു. 20 വർഷം അപകടം ഉണ്ടാവാതെ വാഹനം ഓടിച്ചൊരു ഡ്രൈവറാണ് അയാൾ. പക്ഷെ 21ാമത്തെ വർഷം ഫ്രണ്ടിൽ പോയ KSRTC ബസ് ചവിട്ടിയത് 1 സെക്കൻഡ് ഒന്ന് ജഡ്ജ് ചെയ്യാൻ വിട്ടുപോയപ്പോ പിന്നീട് മറുപടി പറയേണ്ടി വന്നത് 7 മരണത്തിനാണ്. 2019 മോട്ടോർ വാഹന നിയമം മൊത്തം ഒന്ന് പൊളിച്ചടിക്കും. അത് പൊളിച്ചടിക്കുകയും വരെ നമുക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ നമ്മളൊരു വാഹനം തട്ടിയ ഒരാൾ കൊല്ലപ്പെടാൻ മാക്സിമം കിട്ടാവുന്ന ജയിൽ ശിക്ഷ മാക്സിമം 2 വർഷമായിരുന്നു. 2021 അതൊന്ന് മാറ്റി ഇപ്പൊ മിനിമം കിട്ടാവുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷം വരെയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പലരുടെ മുഖത്ത് ഒരു നിസ്സംഗതയാണ്. ഞാൻ ഈ കാണുന്ന പലരുടെ മുഖത്ത് ഒരു നിസ്സംഗതയാണ്. ഞാൻ പക്ഷെ ഇതിനകത്ത് ഈ ഡ്രൈവേഴ്സിന് വളരെ ഗൗരവത്തോടെ ബഹുമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞാൻ. കാരണം ഞാൻ പലതരത്തിലുള്ള ഡ്രൈവേഴ്സിനെ കാണുന്ന ആളാണ്. ഡ്രൈവിംഗ് സസ്പെൻഷന് ശേഷം ഒരു 5 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഇപ്പൊ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെങ്കിൽ 5000 രൂപ അടയ്ക്കണം. 5000 രൂപ അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പോലും ഒരു ക്ലാസ് കിട്ടാൻ നിങ്ങൾക്ക് ഡേറ്റ് അടുത്ത 2-3 മാസത്തേക്ക് ഡേറ്റ് ഇല്ല, ഫുള്ളാണ്. 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ലൈസൻസ് പുനഃസ്ഥാപിക്കുള്ളൂ. ആ ക്ലാസ് കഴിഞ്ഞ ശനിയാഴ്ചയാണ്, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഉണ്ടായിരുന്നു. 48 വരെയാണ് ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുള്ളൂ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഈ മുഖങ്ങളൊന്നും കാണാറില്ല. അവിടെ പലപ്പോഴും പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. പലരുടെ മുഖത്തും കരച്ചില്, പലരുടെയും ജോലി പോകുന്നു, പലതരത്തിലുള്ള കേസുകൾ. ഞാൻ പറഞ്ഞ ജോമോന്റെ കേസ് മാത്രം ആലോചിച്ചു നോക്കാം. വണ്ടി കൊണ്ട് ഇടിച്ചാലും കത്തി കൊണ്ട് കുത്തിയാലും മരണത്തിനൊരു ഭാഷയുണ്ട്. അത് നഷ്ടപ്പെടുന്നവർക്ക് വേദനയാണ്. അയാൾ ആ 7 മരണത്തിന് ശേഷം എന്തുമാത്രം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു വേണ്ടത്. ആ 38 വയസ്സുകാരൻ
2 വർഷത്തിന് ശേഷം കഴിഞ്ഞ മാസം സെപ്റ്റംബറാണ് അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. നിങ്ങളാരെങ്കിലും അറിഞ്ഞു? ഒരു ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഘട്ടത്തിലേക്ക് അയാളുടെ മാനസിക തല മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറും. അവിടെ 2019-ലും 2021-ലും കുറെ നിയമത്തിന്റെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പൊ പണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കോല് നീണ്ടു നിന്നാൽ 500 രൂപയുടെ പിഴയുണ്ടായിരുന്നു. 2019-ല് മോട്ടോർ വാഹന നിയമം മാറിയപ്പോ ഭയങ്കര മാറ്റം സംഭവിച്ചു. അത് നമ്മൾ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് നമ്മുടെ ഡ്രൈവർമാരെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഒരു കമ്പി നീണ്ടെന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റാർട്ടിങ് അതിന്റെ ഫൈൻ എത്രയാന്ന് അറിയാം? 20,000 രൂപ. അതെന്തിനാ 20,000 രൂപ വച്ചേക്കണെന്ന് വെച്ചാൽ അത് പിഴ അടപ്പിച്ച് ഗവൺമെന്റിലേക്ക് മുതൽക്കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത് സംഭവിക്കരുത്, അങ്ങനെ ഒരു സംഗതി സംഭവിക്കരുത് എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ്. അപ്പോ എന്താണ് സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ പരിശീലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമുള്ളൂ. സുരക്ഷിതമായ സമീപനങ്ങൾ വേണം, കുട്ടികളെ വളരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ കഴിയണം. അവരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് സ്കൂളിൽ ഒരു പരിധി വരെ സുരക്ഷിതരാണ്, വീട്ടിലൊരു ഒരു പരിധി വരെ സുരക്ഷിതരാണ്. പക്ഷെ ബിറ്റ്വീൻ അവരെ കൊണ്ടുപോകുന്ന നമ്മുടെ കാലിന്റെ താഴെയിരിക്കുന്ന ഒരു ബ്രേക്ക് ഒരു സെക്കൻഡ് ഒന്ന് മാറിയാൽ 40 പേരുടെ മരണത്തിലേക്ക് അത് എത്തും എന്നുള്ളതാണ്. അവിടെയാണ് പരിശീലന പരിപാടി എന്തിനാണ്, എങ്ങനെയാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിച്ച് പറയാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിപ്പോ കഴിഞ്ഞ വർഷം നടന്നൊരു 3 വർഷം മുമ്പ് നടന്നൊരു ആക്സിഡന്റ് ആണ്. സ്കൂൾ ബസ് അല്ല, സാധാരണ സർവീസ് ബസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 9ാം ക്ലാസ്സാണ് വീട്ടിലേക്ക് പോകുന്ന, വൈകിട്ട് 4 മണിക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്, സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും. ഞാനിതൊക്കെ പഠിച്ചാറുണ്ട്. എനിക്ക് ഇതൊന്നും ആവശ്യമൊന്നുമല്ല. ഒരു തീറ്റയെ വാക്യമുള്ളൂ. ആ തീറ്റ എപ്പോഴും ഉണ്ടാപ്പോഴും. പക്ഷേ അങ്ങനെ പോകുന്ന ആ കുട്ടികളെ ഒന്ന് ബസ്സിൽ കയറാൻ ആരാണ് പഠിപ്പിക്കുന്നത്, ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആരാണ് പഠിപ്പിക്കുന്നത്, അവന്റെ ബസ് സ്റ്റോപ്പ് ഒന്ന് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് സമാധാനത്തോടെ നിൽക്കാൻ അവൻ ആരോടും പറഞ്ഞു കൊടുക്കുന്നത്? അവന്റെ വിളി കേൾക്കാത്ത കണ്ടക്ടറെ അല്ലെങ്കിൽ അവന് ശ്രദ്ധിക്കാത്ത കണ്ടക്ടറെ ഒരു പ്രവൃത്തി ഒരു സെക്കൻഡ് കൊണ്ട് അവരെ എത്തിച്ചത് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. പിന്നത്തെ ദിവസം പത്രത്തിൽ വന്ന വാർത്ത തുറന്നു കിടന്ന ഡോറിൽ കൂടി തെറിച്ചു പോയിന്നാണ്. തെറിച്ചു പോയതാണോ? അത് 21 ദിവസമാണ് ഐസിയിൽ കിടന്നു. ഭാഗ്യം കൊണ്ട് അവന്റെ തല കല്ലിന്റെ പോസ്റ്റ് അടിക്കാത്തതുകൊണ്ട് മാത്രം അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ കുട്ടികളെ ബസ്സിൽ കയറാൻ നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ആ ബസ് മുറിച്ചു കിടക്കാൻ, റോഡ് മുറിച്ചു കിടക്കാൻ നമ്മൾ അവരെവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇതാണ് അപ്പൊ ഞാൻ അവരെ കേട്ടതാണ്. എന്തിനാണ് എന്നുള്ളത് ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. വാഹനത്തിൽ കയറുന്നത് മാത്രമൊന്നുമല്ല. അപ്പൊ രാവിലെ നിങ്ങളെ ദിവസവും കാണുന്നൊരു കാഴ്ച, നിങ്ങളെ സ്കൂളിലേക്ക് ഇപ്പോഴും ബസ് നിർത്തുന്ന സമയത്ത് ഓരോരുത്തരുടെ വീടിന്റെ പഠിക്കാൻ നിർത്തണമെന്ന് വാശി പിടിക്കുന്ന രക്ഷിതാക്കളുണ്ട്. കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടികളെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്ന അമ്മമാരുണ്ട്. ആ ഒരു ഡ്രൈവർ ഒരിക്കലും അങ്ങനെ ഒരു സംഗതിയെ കാണുന്നില്ല, അമ്മയും കാണുന്നില്ല. ആ കുട്ടിയെ കൊണ്ടുവരുന്ന അമ്മയുടെ അനിയനെ വിടാൻ അല്ലെങ്കിൽ ചേച്ചിയെ വിടാൻ വരുന്ന അമ്മയുടെ ശ്രദ്ധ എവിടെയാണ്? ആ മകന്റെ ബാഗ് എടുത്ത് കൊടുക്കുന്നു അല്ലെ, മോളുടെ ബാഗ് എടുത്ത് കൊടുക്കുന്നു, അവർക്ക് ഒരു ടാറ്റ കൊടുക്കുന്നു അല്ലേ? അതിന്റെ പുറകിൽ ചിലപ്പോ ശ്രദ്ധിക്കാതെ അനിയനും ഓടി വരുന്നുണ്ടാവും. പിന്നത്തെ സെക്കൻഡിലെ ചിത്രം മാറി. പിന്നെ നമ്മളെന്താന്ന് അറിയോ? നമ്മൾ എന്തിനാണെന്ന് അറിയോ? പ്രതി കൊലക്കേസ്. ഒരുപക്ഷെ 100% അതിനകത്ത് ആ ഡ്രൈവർ നിരപരാധി ആയിരിക്കാം. പക്ഷെ പ്രതി ആക്കപ്പെടുന്നതാണ്. ആ അമ്മയെ പ്രതിയാകുമോ? അപ്പോ നമ്മൾ 2 കാഴ്ച കണ്ടു. ഈ 3ാമത്തെ ഒരു കാഴ്ച. കഴിഞ്ഞ വർഷം ഞാൻ ഇതേ കാഴ്ചയെ കുറിച്ച് പറഞ്ഞിട്ട് എന്റെ ഓഫീസിന്റെ പരിധിയിൽ തന്നെ വേണ്ട, കഴിഞ്ഞ വർഷം സ്കൂൾ തുടങ്ങി ആദ്യത്തെ 1 മാസത്തിനുള്ള 6ഓളം അപകടങ്ങൾ ഇന്ന് നടന്നു. ഇത് തലസ്ഥാനൂർ നടന്നൊരു ആക്സിഡന്റ്. പക്ഷെ ഇതേ ആക്സിഡന്റ് കഴിഞ്ഞ വർഷം പെരുമ്പാവൂർ സ്കൂളിൽ നടന്നു. ആ കുട്ടികൾ വന്നിറങ്ങുന്നു. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും വളരെ കൃത്യമായ ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. കുട്ടികളെ കയറാൻ അനുവദിക്കണം, ഇറങ്ങാൻ അനുവദിക്കണം, ചെറിയ കുട്ടികളെ റോഡ് മുറിച്ച് കടത്തണം, അപ്പുറത്ത് കൊണ്ടുപോയി വിടണം എന്നൊക്കെ പറയുമ്പോഴും ഈ വർഷം ഈ തരത്തിലുള്ള അപകടങ്ങൾ 6 നടന്നു. കഴിഞ്ഞ ജൂണിൽ മാത്രം ഞാൻ ക്ലാസ് എടുത്ത എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പോയ ഡ്രൈവർ തന്നെ ആദ്യത്തെ കേസിൽ പ്രതിയായി. അയാൾക്ക് ഞാൻ പിന്നെ കറക്റ്റ് ഡ്രൈവിംഗിന് 2 ദിവസം ക്ലാസ് എടുക്കുന്നു. ആ നമ്മൾ വിചാരിക്കും അത് ഓട്ടോറിക്ഷക്കാരനെയാണ് പ്രതിയാക്കിയത്, പക്ഷെ ഓട്ടോറിക്ഷക്കാരനാണ് അതിനകത്ത് പ്രതി.
ആഗ്രഹങ്ങളുടെ പ്രതി. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കുക, ആ ഒരു ആക്സിഡന്റ് മാത്രം നോക്കുക. ആ സ്കൂൾ ബസ് വിട്ടുപോയി, ആ അപകടം നടന്നത് ബസ് ഡ്രൈവർ കാണുന്നില്ല. കാരണം നമ്മൾ കണ്ണാടി നോക്കാൻ വിട്ടുപോകുന്ന ഒരു ജനതയാണ്. കണ്ണാടി തിരിഞ്ഞു നോക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മുടെ ഒരാളുടെ പുറകിൽ പോകാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. അതിന്റെ തൊട്ട് മുമ്പുള്ളൊരു പോയിന്റിലാണ് ആ കുട്ടി ചാടുന്നത് അല്ലെ. ആ ബസിന്റെ പുറകിൽ നിന്ന് ആ കുട്ടിയെ ആ ഓട്ടോറിക്ഷയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് എടുത്തു ചാടുന്നതിന് തുല്യാണ്. ആ ബസ് പോയിട്ടാണ് ആ കുട്ടി കടന്നു പോകാവോ, അല്ലെങ്കിൽ ആ കുട്ടിയെ ആ ബസിന്റെ മുമ്പിൽ കൂടി ഡോർ അറ്റൻഡർ കൊണ്ടുപോയി റോഡ് മുറിച്ച് കടത്തിവിടണമായിരുന്നു. അതിനകത്ത് ആരും ഡോർ അറ്റൻഡർ മതിയാവോ, ഡ്രൈവർ മതിയാവോ, ഓട്ടോറിക്ഷ ഡ്രൈവർ മതിയാവോ, നിങ്ങളൊന്നും പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കറക്റ്റീവ് ട്രെയിനിങ്ങിന് ഞാൻ പോയപ്പോ എല്ലാവരും ഉഷാറായിട്ടേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കറക്റ്റീവ് ട്രെയിനിങ്ങിന് പോയപ്പോ 11 പേര് കാൽനടയാത്രക്കാരിടിച്ചു. കാൽനടയാത്രക്കാരിടിച്ച് കൊല്ലപ്പെട്ടതിന് പേരിൽ പ്രതിയാക്കപ്പെട്ടവര് 48 പേരിലും 11 പേര്, അതായത് 4 ആൾക്കാര്. ഞാൻ ഈ 11 പേരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ചേട്ടാ അത്തരത്തിലുള്ള ആൾക്കാരാണ്. 11 പേരുടെ മറുപടി ഒന്നായിരുന്നു. എന്താണെന്നറിയോ? അവര് വട്ടം ചാടുകയായിരുന്നു സാർ. അവൻ ഓരോരുത്തർക്കും ഓരോ ഡയലോഗുകളാണ്. വട്ടം ചാടിയതാണ്, ഒരാള് കള്ളു പിടിച്ചിട്ട് വന്ന് ചാടിയതാണ്. ഇവര് പറയുന്നത് 11 പേരും പറഞ്ഞത് ശരിയാണ്. ഇന്നവരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ സാറേ. എന്റെ കുഴപ്പം കൊണ്ടാണ് അപകടം ഉണ്ടായെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എപ്പോഴും കുഴപ്പമാരാന്നറിയോ? അവനാണ്. അവനോട് ചോദിച്ചവൻ തിരിച്ചു പറയും. ഈ അവൻ എന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ 11 പേരും പറഞ്ഞ സംഗതി ഇതായിരുന്നു, ഞങ്ങളുടെ കുഴപ്പമല്ല, വട്ടം ചാടിയതാണ്. പക്ഷെ 11 പേരും പറഞ്ഞത് ശരിയാണെന്നിരിക്കട്ടെ, എന്നിട്ടും എന്തുകൊണ്ട് ഡ്രൈവർ പ്രതിയെ? ആർക്കും ഒരു ഉത്തരം പറയാമോ? 11 പേര് പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കാം. ഒരു വട്ടം ചാടാണ്, എടുത്ത് ചാടുകയാണ്, മുമ്പിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു, മദ്യപിച്ചിട്ട് ചാടിയതാണ്, ഇല്ലെങ്കിൽ ഒരുത്തം പറഞ്ഞ പാമ്പിനെ ചവിട്ടിയോടെ അയാളുടെ അടുത്ത് ചാടിപ്പോയതാണ്. അതൊക്കെ ശരിയായിരിക്കാം. എന്തുകൊണ്ട് ഡ്രൈവർ പ്രതിയാക്കുന്നത്? ആർക്കും ഒരു ഉത്തരം പറയാം. കഴിഞ്ഞ ക്ലാസ്സില് അപകടത്തിന് ശേഷമുള്ള ലൈസൻസ് സസ്പെൻഷന് ശേഷമുള്ള ഒരു ക്ലാസ് ഉണ്ട്. 5 ദിവസം ക്ലാസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ അറിയാം, 5 ദിവസം ക്ലാസ്സിൽ പോയാലേ ലൈസൻസ് പുനഃസ്ഥാപിക്കുള്ളൂ. ഈ ക്ലാസ്സിൽ വന്ന ആൾക്കാരിൽ 11 പേര് കാൽനടയാത്രക്കാരെ ഇടിച്ചത് കൊന്നതിൽ പ്രതിയാക്കപ്പെട്ടവരായിരുന്നു. ഈ 11 പേരും പറഞ്ഞ ആൻസർ അവരുടെ കുഴപ്പം കൊണ്ടല്ല, കാൽനടയാത്രക്കാരുടെ കുഴപ്പം കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് അവർ പറയുന്നു. അവർ പറഞ്ഞത് ശരിയാണെന്ന് ഇരിക്കട്ടെ, എന്തുകൊണ്ട് ഡ്രൈവർ പ്രതിയാക്കപ്പെട്ടു? അങ്ങനെയുണ്ടോ? അങ്ങനെ കിട്ടും ആ റോഡില്. അതിനകത്ത് ഡ്രൈവർ പ്രതിയാവില്ല. പ്രതിയാവില്ല. ഇപ്പൊ നമ്മളൊരാളെ കുത്തി കൊല്ലാന്ന് വിചാരിക്കുക. അതിന് IPC പ്രകാരം ഒരു ചാർജ് ഉണ്ട്, 304 അല്ലെങ്കിൽ 106. അതിനകത്ത് കൊലപാതകത്തിനൊരു ശിക്ഷയുണ്ട്. നമ്മുടെ വണ്ടി ഇടിച്ച ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊലപാതകത്തിനല്ല ചാർജ് ചെയ്യുന്നത്, ആണോ? മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന കൽപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞ വേറെ സംഗതിയിലേക്ക് പറയുമ്പോൾ 106. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? രണ്ടിനകത്തും മരണം നടക്കുന്നുണ്ട്. ഈ കൊച്ചു മരിച്ചു എന്നുള്ളത് കൊണ്ട് അത് കത്തി കൊണ്ട് പിടിച്ചാലും വണ്ടി കൊണ്ട് ഇടിച്ചാലും നഷ്ടപ്പെടാൻ പോകുന്ന ഒരേ മരണമാണ്. പക്ഷെ എന്തുകൊണ്ട് അത് കൊലപാതകം ആകുന്നില്ല? അതാർക്കെന്ന് പറയാമോ? ബോധപൂർവം ചെയ്യുന്നത്. ശരിയാണ്, ഇന്റൻഷൻ. അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഒരാളെ ഇദ്ദേഹത്തെ തല്ലണം എന്ന് വിചാരിക്കാം. എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട്, ഇയാളെ തല്ലിയേ പറ്റുള്ളൂ. അപ്പൊ കുറ്റമായില്ല കേട്ടോ, ഞാൻ ഇയാളെ തല്ലിയിട്ടില്ല. എപ്പോഴും എന്റെ ചിന്തയാണ്. എനിക്ക് എല്ലാവരും തല്ലുന്ന കുറെ പേരെ തല്ലുന്നുണ്ടാവില്ല, മാനേജ്മെന്റായിട്ട് തല്ലുന്നുണ്ടാവും, പ്രിൻസിപ്പളിനെ തല്ലുന്നൊക്കെ നമുക്ക് എനിക്ക് തോന്നി. പക്ഷെ തല്ലൊന്നും കേസാവില്ല. കേസാവുന്ന എപ്പോഴാ? അതിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ ഒരു ഗൂഢാലോചനയ്ക്ക് നടത്തി ഞാൻ ഒരാളെ കൂട്ടിന് വിളിക്കാൻ വേണ്ടി കടയിൽ പോയി കന്തിയൊക്കെ മേടിച്ചൊരു കയറൊക്കെ മേടിച്ചുകൊണ്ടെന്ന് അത് മുന്നൊരുക്കം തോന്നി അല്ലേ? അപ്പോഴും ഞാൻ തല്ലിയിട്ടില്ല, കുറ്റെത്തിയില്ല. പക്ഷെ രാജ്യത്തിനെതിരെയാണെങ്കിൽ 2ാം ഘട്ടത്തിൽ തന്നെ നമ്മൾ ജയിലിൽ കൂടുക, ചിലപ്പോൾ ശിക്ഷ കിട്ടും. രാജ്യത്തിനെതിരെയാണെങ്കിൽ ഗൂഢാലോചന പോലും ശിക്ഷയാണ്. പക്ഷെ ഇവിടെ 2ാം ഘട്ടത്തിൽ അടി നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുത്തിയിട്ടില്ല. പക്ഷെ 3ാം ഘട്ടത്തിൽ ഞാൻ പോയി കുത്തുമ്പോഴാണ് കേസാവുന്നത്. അപ്പൊ അതിന് മുമ്പ് ഒരു മുന്നൊരുക്കം, ഒരു ഇന്റൻഷൻ. റോഡിൽ ഇത് രണ്ടുമില്ല. ഞാൻ രാവിലെ ഇറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ആളെ ഇടിക്കാന്ന് വെച്ചിട്ടൊന്നും അവിടെ വണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷെ പലപ്പോഴും പോലീസ് കേസ് അടുത്ത കാലത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമീപകാലത്ത് കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സില് എന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഒരുത്തൻ 2 ഡ്രൈവർമാർ 35 ദിവസം ജയിലിട്ടുണ്ട്. നമ്മളിത് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ കാഴ്ചകളെ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്.
ഈ ഫ്രണ്ടിലിരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, ഞാൻ പെടസൈഡ് അടിച്ചാലേക്ക് വരാം, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പ്രതിയേക്ക് ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അയാളെ കൊലപാതകമാണ് ചാർജ് ചെയ്തത്, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യല്ല. അതുകൊണ്ടാണ് ജയിലിൽ പോകണം. മറ്റൊരു ജാമ്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? ആക്സിഡന്റ് ഉണ്ടാക്കി ജാമ്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം. ഇത് ജാമ്യം കിട്ടില്ല, കൊലപാതകമാണെങ്കിൽ ജാമ്യം കിട്ടില്ല. ഇയാളെ പുറത്ത് ഞാൻ ജയിലിൽ പോയി 35 ദിവസം ജയിലിൽ കിടന്നിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ അയാളുടെ മനോനില എന്തായിരിക്കും? അപ്പൊ അയാൾ പറഞ്ഞു, സാറേ ബസ് ഇടിച്ച് ഒരാൾ കൊല്ലപ്പെട്ട കേസാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നിയമത്തിൽ വന്ന മാറ്റങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 60 വർഷം മുമ്പ് എടുത്ത് ചിലപ്പോൾ ലൈസൻസ് ആയിരിക്കാം, പക്ഷേ മാറ്റങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്പൊ അയാൾ പറഞ്ഞ സംഗതി, സാറേ എന്റെ അത് വെച്ചാൽ മട്ടാഞ്ചേരി തോക്കുംപടിയിൽ നടന്നൊരു ആക്സിഡന്റ്. ഒരു പ്രൈവറ്റ് ബസ്സാണ്, ആലുവയിൽ മട്ടാഞ്ചേരിക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ വൈകിട്ട് 4 മണി സമയം 4:30 സമയത്ത് റോഡിൽ നിറച്ച് ജംഗ്ഷനിൽ ഭാര്യ ജംഗ്ഷൻ നിറച്ച ആൾക്കാർ നിൽക്കുന്ന സമയത്ത് അമിത വേഗതയിൽ വന്നിട്ട് ഒരു സ്കൂട്ടറിൽ കയറി ഭാര്യ ഭർത്താവിനെ ഇടിച്ച് തെറിപ്പിച്ചു. ഭാര്യ തെറിച്ചു വീണു. ഇയാൾ പറഞ്ഞ ഡയലോഗ് എന്താന്ന് പറയുക, സാറേ എന്റെ കുഴപ്പം കൊണ്ട് അപകടം ഉണ്ടായത്, പക്ഷെ അവര് കൊല്ലപ്പെട്ടത് എന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല, പ്രതിയാക്കുക എന്നെ കൊലപാതകത്തിനൊന്നും ചാർജ് ചെയ്യാനുള്ള സംഗതി അതിനകത്തില്ല. അവര് കൊല്ലപ്പെട്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ അവര് കൊല്ലപ്പെട്ടെ? അവർ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായില്ല സാറേ, തെറിച്ച് വീണ് തലയിടിച്ച് വീണപ്പോ അതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ പോലീസ് അവർക്കെതിരെ ചാർജ് ചെയ്തു. കൊലപാതകം ഉണ്ടായ കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ട്? അതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ എന്തുകൊണ്ട് പോലീസ് കൊലപാതകം ചാർജ്? നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞ ഇന്റൻഷനും അല്ലെങ്കിൽ മുന്നൊരുക്കും അതിനകത്ത് ഉണ്ടായിരുന്നോ? അല്ല, അത് ഉണ്ടാവുന്നതാണോ കൊലപാതകമാണെന്ന് പറയുന്നത്? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അല്ലേ? ഏതാ ബാലാവത്തേക്ക് കയറിയെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, എന്ത് പേര്? ചെയ്തല്ലേ ചില സംശയങ്ങൾ ചോദിക്കാം. ഇന്നലെ രാത്രി എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നു? വന്ന് കയറി ഇരുന്ന സെക്കൻഡ് നിങ്ങളുടെ തല വിളിച്ചിട്ടുണ്ടാവും. ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ടോ? ഇല്ല. അവിടെ തൊട്ടടുത്തിരിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കാനാണ്. അപ്പൊ ഓക്കെ, എന്തിനാണ് കേസ് എന്ന് പറയൂ? ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു സംഗതിയുണ്ട്, ഡ്രൈവറുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് 11 പെഡസ്ട്രിയൻസിനെ അടിച്ചാലും പെഡസ്ട്രിയൻ എന്തുകൊണ്ട് പ്രതിയായില്ല? ആ റോഡില് ലൈസൻസ് ഉള്ളത് നിങ്ങൾക്കാണ്. കാൽനട യാത്രക്കാർക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. ഒട്ടോ എന്താണ് ലൈസൻസ് എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാവേണ്ടതാണ്. ഒരു റോഡില് എല്ലാ നിയമങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു പൗരന് പോലും അപകടം ഉണ്ടാകാത്ത രീതിയിൽ സുരക്ഷിതമായി വാഹനം ഓടിക്കുമെന്ന് ഉറപ്പാകുന്ന സന്ദർഭത്തിൽ അയാളുടെ മോട്ടോർ വാഹന നിയമവും ഡ്രൈവിംഗ് റെഗുലേഷനിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അയാൾക്ക് നൽകുന്ന ഒരു അനുമതി പത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ, എന്റെ കയ്യിൽ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ആ റോഡിലുള്ള സുരക്ഷിതത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ആ പെഡസ്ട്രിയനുള്ള റോഡിൽ കൂടെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കണം അവൻ വട്ടം ചാടാമെന്നും ഒരു പന്ത് വരുത്തിട്ടില്ല എന്റെ പുറകിൽ ഒരു കുട്ടി ഉണ്ട് എന്ന് എപ്പോഴാണോ അറിയാൻ പറ്റുന്നത് അവിടെയാണ് ഡ്രൈവർ ആവുന്നത്. അതുകൊണ്ടാണ് ഈ ലൈസൻസ് ഡ്രൈവർ പ്രതിയാവുന്നത്. വെറുതെ അല്ല, അത് കൊലപാതകമാണ്. പിന്നെ എന്തുകൊണ്ട് സോമൻ ജയിലിൽ പോകുക? എന്തുകൊണ്ട് ഈ കേസിൽ എന്താണ് പറയുക? പോലീസ് അയാളെ മർഡറിന് ചാർജ് ചെയ്തത്. ഇയാൾക്കറിയാം വൈകിട്ട് 4:30 സമയത്ത് നിറച്ച റോഡില്. ഇപ്പൊ ഇവിടെ നാടിന്റെ മുമ്പിൽ നോക്കുക, സാധാരണ ഒരു ഞായറാഴ്ച ദിവസം ഒരു ഉച്ചയ്ക്ക് പോകാൻ വിചാരിക്കാം. ബസ്സിന്റെ സ്കൂളിന്റെ മുമ്പിൽ അനുവദിച്ചൊരു വേഗതയുണ്ട്. എത്ര കിലോമീറ്റർ പറഞ്ഞില്ലേ? അല്ല, അത് ബസ്സിന്റെ ലിമിറ്റ്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ബസ്സിന്റെ പരിസരത്തിന് വാഹനത്തിന് ഒരു വേഗത അനുവദിച്ചിട്ടുണ്ടല്ലോ. 20 അല്ല, അതൊക്കെ പോയി 30. അപ്പൊ 30 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ മുമ്പിൽ കൂടെ, ഇപ്പൊ അത് സ്കൂൾ സോണാണ്. സ്കൂൾ സോണിൽ 30 കിലോമീറ്റർ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ കൂടെ 30 കിലോമീറ്റർ അധികരിച്ച് വേഗതയിൽ പോയി കഴിഞ്ഞാൽ സ്പീഡ് വയലേഷൻ നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കാം. പക്ഷേ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഒരു കുട്ടികളില്ലാത്ത മാതിരിയല്ല. ചിലപ്പോ തിങ്കളാഴ്ച രാവിലെ ഈ റോഡിൽ നിറച്ച് കുട്ടികളുള്ള സമയത്ത് അതിൽ കൂടെ ഒരു 60-70 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കുന്നത് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഈ കുട്ടികൾ വട്ടം ചാടാമെന്ന് ചാടിക്കഴിഞ്ഞാൽ ഞാൻ ഇടിച്ചാൽ കൊച്ചു കൊല്ലപ്പെടാമെന്നും അറിഞ്ഞിരിക്കെ ഞാനൊരു പ്രവൃത്തി ചെയ്യാം. മനസ്സിലായോ? അതായത് അവിടെയാണ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇന്റൻഷൻ. എനിക്കറിയാം അതെങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചു കഴിയുമ്പോ പോലീസ് കൊലപാതകത്തിന് ചാർജ് ചെയ്താൽ അത് നിൽക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പിന്നെയും പറയുന്നു, എല്ലാ ആഴ്ചയിലും അപകടത്തിന് ഇരയായ ഡ്രൈവർമാരെ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ 6 ആക്സിഡന്റ് നടന്നു. നിങ്ങൾ പറയണം ആ കുട്ടി റോഡ് മുറിച്ച് കിടക്കുന്ന, ഒന്നെങ്കിൽ ആ ഡോർ അറ്റൻഡർ 4 വയസ്സിന് 4ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾ തന്നെ റോഡ് മുറിച്ച് കിടക്കാൻ ആ ഡോർ അറ്റൻഡറോട് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ
അത് രണ്ടാമത്തെ കേസാണ്. അത് റിപ്പോർട്ട് ചെയ്യും. ഗവർണർ ഇല്ലാത്ത ഏതെങ്കിലും വാഹനങ്ങളുണ്ടോ? ഇല്ല, ഞാൻ വിചാരിക്കും. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇതൊക്കെ വെറും കാഴ്ചകളാണ്. ഞാൻ കൂടുതൽ കഥയൊന്നും പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ കോളത്തിലേക്ക് നോക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയാണ്. അതിനകത്ത് രണ്ടാമത് കിടക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. 1,51,000 ആളുകൾ. അത് 2020 കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 1,69,000 ആൾക്കാർ കൊല്ലപ്പെട്ടു. അവിടെ നല്ല പ്രശ്നം. ഈ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നത്തെ ഒരു 10 രാജ്യങ്ങളുടെ മരണം നിങ്ങൾ ആകെ കൂട്ടി നോക്കുക. അമേരിക്കയിൽ ഇന്ത്യയുടെ 9 മടങ്ങ് വാഹനങ്ങളുണ്ട്. ജപ്പാനിൽ ഇന്ത്യയുടെ അതേ നമ്മുടെ ബാക്കിലുണ്ട്. എന്നിട്ട് 9 മടങ്ങിൽ കൂടുതൽ വാഹനങ്ങളുള്ള ചൈന അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയാലും 1.5 ലക്ഷത്തില്ല. ഇന്ത്യയിലാകെ 3% താഴെ വാഹനങ്ങളേ ഉള്ളൂ ലോകത്തുള്ള വാഹനങ്ങളുടെ. ഈ 10 രാജ്യങ്ങളിൽ 40% കൂടുതൽ വാഹനങ്ങളുണ്ട്. നമ്മൾ പറയും, സാറേ വാഹനങ്ങൾ കൂടിയില്ലേ സാറേ, പിന്നെ ആൾക്കാരുടെ മരണം കൂടൂലേ സാറേ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊന്നും അല്ല ലോകത്ത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ 1.5 ലക്ഷത്തിന്റെ അടുത്ത് പോലും ഒരു രാജ്യമില്ല.